നടിയെ ആക്രമിച്ച കേസിലെ പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കോടതി കസ്റ്റഡിയിലിരിക്കെ നിയമവിരുദ്ധമായി പരിശോധിക്കപ്പെട്ടെന്ന വിവരം റിപ്പോർട്ടർ ടിവിയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് പുറത്തെത്തിച്ചത്. ഈ വിഷയത്തിൽ റിപ്പോർട്ടർ ടിവി കാണിച്ച ജാഗ്രതയും റിപ്പോർട്ടർ ടിവി തുടർച്ചയായി സംപ്രേഷണം ചെയ്യാൻ കാണിച്ച മാധ്യമ ധൈര്യവും അഭിനന്ദിക്കപ്പെട്ടതുമാണ്. 3 കോടതികളിലും ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് തുറക്കപ്പെട്ടു എന്നത് ശാസ്ത്രീയ പരിശോധനയിലും പിന്നീട് തെളിയിക്കപ്പെട്ടു. റിപ്പോർട്ടർ വാർത്തയുടെ പശ്ചാത്തലത്തിൽ അതിജീവിതം നടത്തിയ നിയമ പോരാട്ടങ്ങളിലാണ് ഹൈക്കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. നടിയാക്രമിച്ച കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ്, ആ മെമ്മറി കാർഡ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലും പിന്നീട് ജില്ലാ സെഷൻസ് കോടതിയിലും അനധികൃതമായി നിയമവിരുദ്ധമായി പരിശോധിച്ചെന്ന ഫോറൻസിക് സയൻസ് ലാബിൻ്റെ റിപ്പോർട്ടാണ് ജഡ്ജ് ഹണിയം വർഗീസ് പൂഴ്ത്തിയത്. ഈ റിപ്പോർട്ട് കൃത്യസമയത്ത് ഹൈക്കോടതിയെ അറിയിച്ചില്ല. ഏതാണ്ട് 2 വർഷക്കാലത്തോളം പൂഴ്ത്തിവെച്ച റിപ്പോർട്ട് 2022 ഫെബ്രുവരി 4-നും 5-നും റിപ്പോർട്ടർ ടിവിയാണ് പുറത്തെത്തിച്ചത്. നടിയാക്രമിച്ച കേസിലെ സുപ്രധാന തെളിവാണ് പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ്. ഈ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചെന്ന വിവരം 2022 ഫെബ്രുവരി 4-ന് റിപ്പോർട്ടറാണ് പുറത്തുവിട്ടത്. കോടതി കസ്റ്റഡിയിലിരുന്ന മെമ്മറി കാർഡിലാണ് നിയമവിരുദ്ധ പരിശോധന. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ WCCയും സാംസ്കാരിക പ്രവർത്തകരും അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് തെരുവിലേക്ക്. തുടർന്ന് അതിജീവിതം നടത്തിയ നിയമപോരാട്ടത്തിനൊടുവിലാണ് ഹൈക്കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ച സംഭവത്തിൽ വസ്തുതാന്വേഷണത്തിനായിരുന്നു കോടതി നിർദ്ദേശം. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പീഡന കേസുകളിലെ ഡിജിറ്റൽ തെളിവുകൾ കൈകാര്യം ചെയ്യാൻ മാർഗരേഖ തയ്യാറാക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ഇത് റിപ്പോർട്ടറിന്റെ ചരിത്രത്തിലെ മിന്നുന്ന അധ്യായമാണ്. പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് പരിശോധിച്ചത് ആരാണെന്നും ഈ ദൃശ്യങ്ങൾ ചോർത്തിയത് ആർക്കു വേണ്ടിയാണെന്നും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പിന്നീട് അന്വേഷണ റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഒന്നൊന്നായി പുറത്തെത്തിച്ചതും റിപ്പോർട്ടർ തന്നെ. ന്യായാധിപന്മാരും കോടതി ജീവനക്കാരും മെമ്മറി കാർഡ് സ്വകാര്യ കസ്റ്റഡിയിൽ സൂക്ഷിച്ചതടക്കം അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നു. നടിയാക്രമിച്ച കേസിൽ നീതി പുലരാൻ അതിജീവിതയ്ക്കൊപ്പം എന്നും ഉറച്ച നിലപാടുമായി റിപ്പോർട്ടർ ഉണ്ടാകും. ടീം റിപ്പോർട്ടർ, തിരുവനന്തപുരം. തുടർന്നും അതിജീവിതയ്ക്കൊപ്പം നീതിക്കായുള്ള പോരാട്ടത്തിൽ റിപ്പോർട്ടർ ഉണ്ടാവും എന്ന് പ്രേക്ഷകർക്ക് വിശ്വസിക്കാം. ഓരോ കേസിലും നീതിക്കൊപ്പം റിപ്പോർട്ടർ നിലയുറപ്പിച്ചാണ് റിപ്പോർട്ടുകൾ പുറത്തുവിടുക. നീതിക്കായുള്ള ശബ്ദം 14-ാം വർഷത്തിലേക്ക് കടക്കുന്നു. റിപ്പോർട്ടറിൻ്റെ 14-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള 14 മണിക്കൂർ ദൈർഘ്യമുള്ള വാർത്താ സംഗീത മെഗാ ഷോയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.